ഹേ ഗായ്സ്, അങ്ങനെ പുതിയ കുറച്ച് അപ്ഡേറ്റുകളായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന, കെയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന, നഴ്സിംഗ് ഹോമുകളിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ കണ്ടിരിക്കേണ്ട ഒരു ന്യൂസാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പണി പാളുമോ എന്നുള്ളതാണ് ചോദ്യം. ഒന്ന്. രണ്ട്, ഒരു ഇമിഗ്രേഷൻ അപ്ഡേറ്റും കൂടിയുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഇങ്ങനെ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് എൻ്റെ കൊച്ചിരും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലിങ്ങനെ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക, സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, UK ഒരുപാട് കെയറേഴ്സ് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവിടെയുള്ള സ്റ്റുഡൻസ് പകുതി പേരും എനിക്ക് തോന്നുന്നു കെയർ വിസകളിൽ തന്നെയാണ് UK നിന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് നാളുകളായിട്ട് കെയർ ഹോമുകളിലും ഇല്ലെങ്കിൽ കെയർ മേഖലയിലും വലിയ രീതിയിലുള്ള ചൂഷണങ്ങൾ ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും അതിനെതിരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും ഗവൺമെൻറ് കൊണ്ടുവരികയും നമുക്കറിയാം സകല ഹോമുകളിലും ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളെല്ലാം പോയി തുടങ്ങിയിരിക്കുന്നത് ഇതിന് മുമ്പ് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പരിധി വരെ കെയർ ഹോമുകളിലേക്ക് COSകളോ ഇല്ലെങ്കിൽ പുതിയ വിസകളോ ഇഷ്യൂ ചെയ്യുന്നില്ല എന്ന് എല്ലാവർക്കും തന്നെ അവർക്ക് അറിയാം. കുറച്ച് നല്ല കെയർ ഹോമുകളിലേക്ക് അല്ലാതെ മറ്റ് എവിടെയും ഈ പറഞ്ഞ തട്ടിക്കൂട്ട് COSകളും പരിപാടികളും നിന്നു എന്നുള്ള കാര്യം ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോയിറ്റേഷൻ. അതായത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എനിക്കൊന്ന് കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് കോടിക്കണക്കിന്, കോടി എണ്ണം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അത്രയും കോടിക്കണക്കിന് തട്ടിപ്പ് കെയർ വിസകളിലൂടെ ഇല്ലെങ്കിൽ കെയർ മേഖലയിലേക്ക് UK റിക്രൂട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്കും ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ പുറകിൽ കുറേ നാളുകളായിട്ട് നമ്മൾ പല കേസുകളിലും നമ്മൾ ഇടപെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പലരും UK അനീഷ് അബ്രഹാമായിട്ടും ഇല്ലെങ്കിൽ പലരുമായിട്ട് ഇങ്ങനെ കുറേ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതിനകത്ത് തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രയാണെന്നുള്ളതും. അതുമാത്രമല്ല, ഗവൺമെൻറ് വളരെ വ്യക്തമായിട്ട് തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ നമ്മുടെ ഋഷി സുനകൻ്റെ ഗവൺമെൻറ് ഉള്ള സമയത്താണ് കൂടുതൽ തട്ടിപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ലേബർ ഗവൺമെൻറ് വന്നപ്പോൾ അതിന് സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. നമ്മുടെ A.T. കൂപ്പർ പുതിയ മിനിസ്റ്റർ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ വാണിംഗും തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വളരെ വ്യക്തമായ റിപ്പോർട്ടുകൾ വരുന്നു. ഏകദേശം 200ഓളം കെയർ ഹോമുകൾ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അവിടുത്തെ ലേബർ ലോക്ക് എതിരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ അവിടുത്തെ പഠനത്തിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഇത് 4 ദിവസം മുമ്പ് വന്നിട്ടുള്ള ന്യൂസാണ്. ഐ തിങ്ക് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല. ഓക്കെ, ഈ 200ഓളം കെയർ ഹോമുകളിൽ ഒരുപാട് ആളുകൾ ഓവർസീസ് കെയർസും നേഴ്സുമാരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ലേബർ ലോസ് വയലേറ്റ് ചെയ്യുന്നതിന് ഇൻവെസ്റ്റിഗേഷനിൽ ഇത് സ്റ്റഡിയിലാണ് ഇപ്പോൾ കണ്ടെത്തി, അതിന് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെതിരെ ഒരു ആക്ഷൻ ഉണ്ടായാൽ ആ കെയർ ഹോമുകളിലെ ലൈസൻസുകളെല്ലാം റിവോക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടുത്തെ ഒരു കെയർ ഹോം മേഖലയിലേക്ക് ഈ ഒരു വലിയ രീതിയിലുള്ള ഈ റിക്രൂട്ട്മെന്റ് തുടങ്ങിയ പിന്നെ ഒരുപാട് രീതിയിലുള്ള തട്ടിപ്പുകളും ഇല്ലെങ്കിൽ പൈസയ്ക്ക് ആർത്തി പൂത്ത് ഒരുപാട് പേര് തട്ടിക്കൂട്ടി കെയർ മേഖലകൾ കെയർ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു, വെറുതെ ഒരു വിസ കൊടുക്കാൻ വേണ്ടി മാത്രം. സോ അത് വളരെ നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസിലൂടെയും നാട്ടിലും ഇവിടെ എല്ലാം വലിയ രീതിയിൽ പ്രചരണത്തിൽ നമ്മൾ ഈ പറഞ്ഞ തട്ടിപ്പിനെതിരെയൊക്കെ നമ്മൾ വലിയ രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഡോം കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് നോ ജോബ് നോ വിസ എന്നൊക്കെ പറഞ്ഞിട്ടും അതുമാത്രമല്ല ഈ പറഞ്ഞ ഹോം കെയർ എന്ന് പറഞ്ഞിട്ടും കെയർ ഹോമുകളെല്ലാം കൂട്ടിക്കിടന്ന കെയർ ഹോമുകൾ മേടിച്ച് ചിലർ പാർട്ട്ണർഷിപ്പ് ഇട്ട് മേടിച്ച് അതിനകത്തേക്ക് 10ഉം 30ഉം വിസയൊക്കെ ഇഷ്യൂ ചെയ്ത് ലക്ഷങ്ങൾ കോടികൾ സമ്പാദിച്ച ആളുകളും ആ മേടിച്ച പൈസ കൊണ്ട് വീണ്ടും കെയർ ഹോമുകൾ മേടിച്ച് പുതുക്കി പണിത് അതിനകത്തേക്കും ആളുകൾ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു തട്ടിപ്പ് തന്നെ ഇവിടെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. ആ കെയർ ഹോമുകളൊക്കെ പൂട്ടുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. കാരണം പുതിയ ഗവൺമെന്റ് വന്നിട്ട് ലേബർ ലോ വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ടുള്ള വേതനങ്ങൾ കൊടുക്കണം, കറക്റ്റ് ആയിട്ടുള്ള ഷിഫ്റ്റുകളും ഹവേഴ്സും കാര്യങ്ങളും അവർക്ക് ഉറപ്പുവരുത്തണം. അവരുടെ മെറ്റർനിറ്റി അതുമാത്രമല്ല അവർക്ക് ആവശ്യമായിട്ടുള്ള സിക്ക് പേയും കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ട് കൊടുക്കണം. അതുമാത്രമല്ല ഇവർക്ക് അവിടെയുള്ളൊരു എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവരുത്, അവരെ ഭീഷണിപ്പെടുത്തരുത്. അതായത് ഈ ന്യൂസിൽ തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾ ഡീപ്പോർട്ട് ചെയ്ത് കളഞ്ഞേക്കും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ശമ്പളമൊന്നും തരില്ല, ഇല്ലെങ്കിൽ അവിടെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരുപാട് കെയർ ഹോമുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കെയർ ഹോമുകളിലെല്ലാം പൂട്ട് വീഴുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം വെച്ചാൽ ഇതെല്ലാം നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടി ഋഷി സുനകിൻ്റെ പാർട്ടി ഉണ്ടായിരുന്ന സമയത്താണ് ഇത്രയധികം നമ്മുടെ ഹോം ഓഫീസിൻ്റെ ഒരു വലിയൊരു പിഴവ് തന്നെയായിരുന്നു. നോക്കാതെ തന്നെ ഒരുപാട് COSകൾ തുടങ്ങുന്നവർക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹോം ഓഫീസ് ഒരു സമയത്ത് അത് എഗ്രീം ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ സൈഡിൽ നിന്ന് ഒരു ഫാൾട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. കാരണം അവർ ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ ഈ പറഞ്ഞ വിസകൾ എന്ന് പോലും ചിന്തിക്കാതെ വിസകൾ കൊടുത്തതുകൊണ്ട് തന്നെയാണ് വലിയൊരു രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഇവിടെ ഉണ്ടായത്, തട്ടിപ്പ് ഉണ്ടായിരിക്കുന്നത്. അതിലൂടെ വന്ന് രക്ഷപ്പെട്ടവരും ഉണ്ട്, അതിലൂടെ വന്ന് പട്ടിണിയിലായവരും
വലിയ കോടികൾ ഇല്ലെങ്കിൽ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളും ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ ലേബർ ലോയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമമാറ്റങ്ങൾ കൊണ്ടുവന്നു. ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ മെറ്റർനിറ്റി സിക്ക് പേ കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നും അതുമാത്രമല്ല വേജസിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലാന്നും ഷിഫ്റ്റിന്റെ കേസിലും കാര്യങ്ങളെല്ലാം കോംപ്രമൈസ് ഇല്ലാന്നും അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഏർലി ടെർമിനേഷൻസ് വലിയ രീതിയിൽ ഈ കെയർ ഹോമുകൾ കൂടിയിട്ടുണ്ടായിരുന്നു. വന്നുടൻ തന്നെ ഈ പൈസയ്ക്ക് ആർത്തി പോയിട്ട് ഇല്ലെങ്കിൽ അവിടെയുള്ള മാനേജേഴ്സും ഏജൻസിയും തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു ബന്ധത്തിന്റെ പുറത്ത് അവന്മാർ വന്ന് 3 മാസം കഴിയാത്ത മുമ്പ് തന്നെ അപ്രൊബേഷൻ പീരീഡിനകത്ത് തന്നെ നിങ്ങൾ പിടിച്ച് ടെർമിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും നമുക്ക് കാണാനായിട്ടിടയായി. ഒരുപാട് കേസുകൾ നമ്മൾ അങ്ങനെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ഒരു പരിധി വരെ ഇനി നിർത്തലാകും. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 200ഓളം കെയർ ഹോമിൽ ഒരുപാട് നേഴ്സുമാരും കെയറേഴ്സും വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് ആ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 200ഓളം കെയർ ഹോമുകൾ പൂട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും എനിവേ നമുക്ക് വരുന്ന ദിവസങ്ങൾ കൂടുതൽ അപ്ഡേറ്റ് അതിനെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കും. അതുമാത്രമല്ല നമുക്കറിയാം ഓവർ ഷിഫ്റ്റുകൾ കൊടുത്തിട്ടും ഇല്ലെങ്കിൽ ഷിഫ്റ്റുകൾ കൊടുക്കാതെയും ഓവർ ഷിഫ്റ്റുകൾ കൊടുത്തിട്ടും ഭീഷണിപ്പെടുത്തിയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് കെയർ ഹോമുകളുണ്ട്. അവർക്കൊക്കെ പണി കിട്ടുമോ എന്നുള്ളതാണ്. അതിൻ്റെ ടോട്ടൽ റിപ്പോർട്ട്സ് താഴത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല പേ സ്കെയിലൊന്നും ചിലപ്പോൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള പേ സ്കെയിലല്ല, ബേസിക് എമൗണ്ട്സ് ആയിരിക്കും പലരും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഓവർ വർക്ക് ചെയ്യിപ്പിക്കുന്നതും എല്ലാം ഇപ്പോൾ പുതിയ ഒരു റിപ്പോർട്ട് നമുക്ക് വർക്ക് റൈറ്റ്സ് സെൻറ്റർ സർവേ ആണ് ഈ റിപ്പോർട്ടുകൾ പുറത്ത് വിട്ടിരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയൊരു ചർച്ചാ വിഷയമാകുമോ എന്നുള്ളതാണ്. ഏകദേശം 4 ദിവസം മുമ്പാണ് ദ ഗാർഡിയൻ എല്ലാം ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലൈസൻസസ് ഗ്രാൻറ്റഡ് ടു നിയർലി 200 UK കെയർ പ്രൊവൈഡേഴ്സ് ഡിസ്പൈറ്റ് ലേബർ ലോ വയലേഷൻ എന്നുള്ള ഇതിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ റിപ്പോർട്ടുകൾ ചർച്ചയാകുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി ഇതേപോലുള്ള തട്ടിപ്പുകൾ ഉണ്ടാവാതിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ലേബർ ഗവൺമെൻറ് ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ വളരെ നൈസായിട്ടും വളരെ സ്ട്രിക്റ്റ് ആയിട്ടും ഇപ്പോൾ പുതിയ COSകളോ പുതിയ കെയർ ഹോമുകളിൽ ലൈസൻസുകളോ പുതിയ കമ്പനി ലൈസൻസ് പോലും കൊടുക്കുന്നതിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. ചുമ്മാ എടുത്തൊരു COS ഇല്ലെങ്കിൽ ഒരു കമ്പനി ലൈസൻസ് എടുത്ത് കൊടുക്കുന്ന പരിപാടികളില്ല എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിനകത്ത് മനസ്സിലാവുന്നത്. ഇമിഗ്രേഷൻ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസ് ഡീപ്പോർട്ടേഷൻ നടന്നിട്ടുണ്ട്. നമ്മുടെ ലേബർ ഗവൺമെൻറ് അധികാരത്ത് വന്നിട്ട് 2ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഒരു വലിയൊരു മാസ് റെക്കോർഡ് ഡീപ്പോർട്ടേഷൻ നടക്കുന്നത്. 2 ഫ്ലൈറ്റ് ഇവിടുന്ന് പോയതിൽ ഏകദേശം 600 സംതിങ് ആളുകളെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ലീഗലായിട്ടും ഓവർസ്റ്റേയും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ആളുകളെയാണ് ഇപ്പോൾ ഡീപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സന്തോഷമുള്ള കാര്യമാണ്. പുതിയ ഗവൺമെൻറ് വന്നു, ഡീപ്പോർട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. അത് അറിയാനായിട്ട് ഒരു പോസിറ്റീവ് ന്യൂസ് ഇൻ സെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇല്ലീഗൽ മൈഗ്രൻസ് ഇങ്ങോട്ട് ഈ പറഞ്ഞ ഇംഗ്ലീഷ് ചാനൽ വഴിയും കാര്യങ്ങളെല്ലാം കയറി ഇങ്ങോട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് ഒരു ഗവൺമെൻറ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞ ഇവിടെ നിന്നുള്ള ആളുകളെ ഇല്ലീഗലായിട്ട് വരുന്നവരെ തടയുക. അതായത് ബോട്ട് മാർഗവും അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളൊക്കെ വരുന്ന ആളുകളെ തടയുക എന്നുള്ളത് തന്നെ. സോ അത് ഗവൺമെൻറ് നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു പോസിറ്റീവ് അപ്ഡേറ്റ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു നെഗറ്റീവ് ഇല്ലെങ്കിൽ ഒരു വലിയൊരു ന്യൂസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ UK സോ the biggest rise in immigration of any major country last year as a numbers hits 7,50,000 ആളുകളോളം UK-യിലേക്ക് പെർമനന്റ് മൈഗ്രേഷൻ ഇല്ലെങ്കിൽ ലീഗൽ മൈഗ്രേഷനിലൂടെ UK-യിലേക്ക് കടന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു നെഗറ്റീവ് ന്യൂസ്. റെക്കോർഡാണ്. മറ്റ് ഏത് രാജ്യങ്ങളിലെക്കാട്ടിലും കൂടുതലാണ് UK-യിൽ ഉണ്ടായിരിക്കുന്നത്. വേഴ്സ്റ്റ് കൺട്രി ആണ് ഈ മൈഗ്രേഷൻ്റെ കാര്യത്തിൽ UK എന്നാണ് പല ന്യൂസുകളും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനൊരു തടയിടാനായിട്ട് ലേബർ പാർട്ടിക്ക് പല അജണ്ടകളും കാര്യങ്ങളും എല്ലാം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മാനിഫെസ്റ്റോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും തന്നെ ഇതുവരെ എടുത്ത് തുടങ്ങിയിട്ടില്ല. പക്ഷേ ഡീപ്പോർട്ടേഷൻ തുടങ്ങിയിരിക്കുന്നു. നിയമങ്ങൾ ഋഷീസുനെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെയാണ് ഇപ്പോഴും നിന്നുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഇയറിലേക്ക് ഒരു വലിയൊരു നിയമമാറ്റത്തിനും കടുത്ത നിയമമാറ്റത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത് തള്ളിക്കളയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒരു സെൽഫ് സ്പോൺസർഷിപ്പിനോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വർക്ക് വിസകളിലേക്കോ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ PSW നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വിസ ആരെങ്കിലും തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടുത്ത വർഷത്തിലേക്ക് മാറ്റാതെ ഈ വർഷത്തേക്ക് തന്നെ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. കാരണം മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ അത് വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നിയമങ്ങൾ എന്താണ് വരാൻ പോകുന്നത് എങ്ങനെയാണെന്നൊന്നും എവിടെയും പ്രതിപാദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു ക്ലാരിറ്റി തരാനും സാധിക്കുന്നില്ല.
പക്ഷേ ഇപ്പോൾ വരുന്ന ന്യൂസ് അനുസരിച്ചിട്ട് UK വലിയൊരു റെക്കോർഡ് നമ്പർ മൈഗ്രേഷൻ നടന്നിരിക്കുന്നു. ഈ ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ UK മൈഗ്രേഷൻ നടക്കുന്നത് എന്നുള്ളൊരു ഇൻഫർമേഷൻ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ന്യൂസ് തന്നെയായിരുന്നു. കാരണം നമ്മുടെ ബ്രെക്സിറ്റ് നടപ്പിലാക്കിയതൊന്ന് തന്നെ മെയിൻ കാരണം ഈ പറഞ്ഞ മൈഗ്രേഷൻ കൂടി യൂറോപ്യൻസ് ഇങ്ങോട്ട് കയറി വരുന്നതും ഇവിടുത്തെ നമുക്ക് സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതും എന്നൊക്കെയാണ് അവരുടെ മെയിൻ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ ബ്രെക്സിറ്റ് നടത്തിയിട്ടും UK ബ്രെക്സിറ്റിന് മുമ്പ് ഉണ്ടായിരുന്നതിനെക്കാട്ടി 10 മടങ്ങ് കൂടിയിരിക്കുന്നു എന്നുള്ളൊരു ന്യൂസും അതൊരു നാണക്കേട് പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ അതിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇല്ലീഗൽ മൈഗ്രേഷൻ ആണെങ്കിലും ലീഗൽ മൈഗ്രേഷൻ ആണെങ്കിലും ഒരു കൺട്രോൾ കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ജനതയുടെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഫാർ റൈറ്റ്സ് അത്രയ്ക്കും ഇവിടെ പ്രൊട്ടസ്റ്റിനും കാര്യങ്ങൾ ഇറങ്ങിയിരിക്കുന്നതും ഈ ഫാർ റൈറ്റ്സ് ഇവിടെ അത്രയും ഒരു പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ഗൈസ് അതൊക്കെ വരുത്തും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം. ബൈ.